റൈഫിൾ ക്ലബ്ബ് ഇന്നലെയാണ് കണ്ടത്. കുറച്ച് തിരക്കായതുകൊണ്ടാണ് പടം കാണാനൊക്കെ ലേറ്റ് ആയത്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഫാമിലിയുടെ കൂടെ പോണ കാരണം അവരുടെ സന്ദർഭമൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പടം കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലാഗ് വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. പടത്തിനെ കുറിച്ച് പറയാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്, ഒന്നും പറയാനില്ല. വേറെ ലെവല് പടം. മാർക്കോനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഥ വൈസ് അല്ലെങ്കിൽ സിനിമ വൈസ് വെച്ചിട്ടല്ല കമ്പയർ ചെയ്യുകയാണെങ്കിൽ, മാർക്കോ കണ്ടിട്ട് ഈ പടം കണ്ടിട്ട് എനിക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് മാർക്കോനേക്കാൾ കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ പടമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അന്ന് കരുതി മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല പറഞ്ഞത്. അതിനേക്കാളും ഞാൻ എൻഗേജിങ് ആയിരുന്നത് ഈ പടമാണ്, റൈഫിൾ ക്ലബ്ബ്. ഡയറക്ടർ ആഷിഖ് കപൂറാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ വൈറസ്, പിന്നെ മായനദി, അതൊക്കെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമുള്ള പടങ്ങളാണ്. ആളുടേതായ ഒരു ടച്ച് ഉണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സെയിം സാധനം ഇതിലും ഉണ്ട്. പിന്നെ ആളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിഷ്ടമുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്സ് വിജയനായിട്ടുള്ള മ്യൂസിക്, ആളുടെ സ്ക്രീൻ പ്ലേ, സിനിമോട്ടോഗ്രാഫി ഒക്കെ കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് എനിക്കൊരു പക്ഷേ അമലിൻ്റെ ഇതിനേക്കാളും ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. എൻ്റെ ടേസ്റ്റാണ് ഞാൻ പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് സൈഡൊന്നും പറയാല്ലേ, വേറെ ലെവലാണ്. മേക്കിംഗ് സൈഡ് പറയേണ്ട ആവശ്യമില്ല. ആഷിഖ് കപൂറിൻ്റെ ഒക്കെ മേക്കിംഗ് സൈഡ് അത് തെളിയിച്ചുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആളുടെ കഴിവ് എല്ലാ സിനിമയിലും കാണും, അതേപോലെ ഈ സിനിമയിലും കാണും. അടിപൊളിയുണ്ട്. ലൊക്കേഷൻ സൂപ്പറായിട്ടുണ്ട്. കാസ്റ്റ് പക്കയാണ്. സ്ക്രീൻ പ്ലേ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ അതേപോലെ സിനിമോഗ്രാഫി അന്യായമുണ്ട്. നൈറ്റ് വിഷ്വൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. VFX നമുക്ക് മനസ്സിലാവുമെങ്കിലും ബോറില്ലാത്ത രീതിയിലാണ് ചെയ്തേക്കണത്. അതും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മെയിനായിട്ട് ഇവർ എടുത്തിട്ടുള്ള ലൊക്കേഷൻ, പിന്നെ അതേപോലെ സിനിമോഗ്രാഫി വേറെ ലെവലായിട്ടുണ്ട്. പടം വേറെ ഒരു എന്താ പറയുക, ഭയങ്കര ഫുള്ള് വെടിവെപ്പായിട്ടുള്ള സിനിമയൊന്നുമല്ല. 24 മണിക്കൂറും അല്ലെങ്കിൽ വെടിവെപ്പായിട്ടിരിക്കുന്ന ഒരു സിനിമയല്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കുടുംബം, ആ കുടുംബത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയണത്. പക്ഷെ അത് ചെല്ലണത് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഹനുമാൻ കോയിൻ്റെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഫസ്റ്റ് സിനിമയാണെങ്കിലും തുടക്കത്തിൽ ചെറിയ എനിക്ക് ക്യാരക്ടർ എന്ന് വെച്ചാൽ തുടക്കത്തിൽ അവന് പെർഫോം ചെയ്യാറില്ല. പടം തുടങ്ങിയിട്ട് 2-3 ആക്ഷൻസും കാര്യങ്ങളും മാത്രമല്ല. അത് കഴിഞ്ഞ് ആ വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അവൻ്റെ പെർഫോമൻസ് ഉള്ളത് അതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവൻ സ്റ്റിച്ച് തിന്ന് കഴിഞ്ഞിട്ട് ചെയ്യണ കുറച്ച് ആക്ഷൻസ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ മെയിൻ വില്ലൻ അനുരാഗ്, മഹാരാജ കണ്ടവർക്ക് അറിയാം ആളെന്താ റോളാന്ന്. ഇതിൽ സൂപ്പറായിട്ടുണ്ട്, പെട്ടയുണ്ട്. ഡാവ് ഒരു പൊട്ടൻ്റെ പോലെയുള്ള ഒരു ഡാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആളുടെ എക്സ്പ്രഷൻസൊക്കെ വേറെ ലെവലാണ്. ആൾ നൈസ് അഭിനയം ഉള്ള ആളാണ്, അഭിനയിക്കുന്ന ആളാണ്. പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇട്ടാ പറയണത് ദിലീഷ് പോത്തൻ്റെയാണ്. നൈസാണ്, നൈസ് റോളാണ്, നൈസ് മാസ് റോളാണ്. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് കാണണം. ഞാൻ അധികം എടുത്ത് പറയാത്തത് സ്പോയിലറാവും, അല്ലാണ്ട് തന്നെ സ്പോയിലറാവുന്നുണ്ട് ഞാൻ പറയാനായിട്ട്. എനിക്കങ്ങനെ താല്പര്യമില്ല സ്പോയിലറായിട്ട് പറയാനായിട്ട്. പറയണവരുണ്ട്, പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എനിക്ക് ദർശനേനെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ചെയ്തു വന്ന സിനിമകളിൽ എനിക്കിപ്പോൾ ദർശനേനെ ഇഷ്ടപ്പെട്ട സിനിമ ഇതാണ്. ബാക്കിയുള്ളതിൽ എനിക്ക് അഭിനയം മോശമായിട്ട് അതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വാണി വിശ്വനാഥ് ചെറിയ റോളാണ്. അത് അത്ര കുറേ നേരം സ്ക്രീൻ പ്ലേ ഉള്ള റോളൊന്നുമല്ല, ചെറിയ റോളാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. ഒരു മാസ സീനുണ്ട്, അത് നൈസായിട്ടുണ്ട്. ഓൾറൗണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ആണ് കുറച്ച് പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതെന്തിട്ട് എന്താ പറയുക, ആക്ഷൻ കോമഡിയാണ് ഇതിൻ്റെ ജോണർ. അപ്പോൾ കോമഡിയിൽ തന്നെയാണ് പോണത്. ക്ലൈമാക്സിലും കോമഡി ഉണ്ട്, പക്ഷെ ഒരു ക്ലാസ് സാധനം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം എന്താ പറയുക, ഒരു ഇയോബിൻ്റെ പുസ്തകത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു പഴയകാല എന്താ പറയുക രീതിയുണ്ട്. അതേപോലത്തെ ഒരു രീതിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആ ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ പഴയകാല ഒരു രീതിയിലൂടെ പോണ ഒരു സിനിമയാണിത്. ഇതിൽ അവരുടെ റോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആ വീട്ടുകാരെ തമ്മിലുള്ള ബോണ്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊണുമേശയിലിരുന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും കളിയാക്കി വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പോണ സീനാണ്. സംഭവം പുറമേന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അത് എന്തിനാ വെറുതെ ഒരു സീൻ അങ്ങനെ തോന്നണം. പക്ഷെ അത് കാണിക്കുന്നത് ഇവരുടെ ഒരു ബോണ്ടാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം ബോണ്ടുണ്ട്, ഈഗോ പ്രശ്നങ്ങൾ എത്രയുണ്ട്, എത്രത്തോളം കുശുമ്പുണ്ട്. പക്ഷെ അതൊക്കെ ഇഷ്ടം കൊണ്ടുള്ളതാണെന്നുള്ളത് പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലന്മാർ രണ്ടുപേരും നന്നായിട്ടുണ്ട്. വില്ലന് വേറൊരു മോനും കൂടി ഉണ്ട്. അവ ചെറിയൊരു റോളും അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗംഭീര വില്ലനൊന്നല്ല, പക്ഷെ ഒത്തിരി ഒരു ഗാങ്സ്റ്റർ മൂഡിട്ട് ആവാണ്. പക്ഷെ അയാൾ കയറി ചെല്ലണ സ്ഥലം ഒന്നിനും പേടിയില്ലാത്ത, എല്ലാവരും ലാഘവത്തോടെ ചെയ്യണം, സിമ്പിളായിട്ട് ചെയ്യണ ഒരു ഇതിലേക്കാണ് കടന്നു പോകുന്നത്. പിന്നെ റൈഫിൾ ക്ലബ്ബ്, ശരിക്കും ആ റൈഫിൾ ക്ലബിൻ്റെ ഉള്ള ആൾക്കാരുടെ ഒരു കഥയാണ് കാണിക്കുന്നത്. ഭയങ്കര വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന കഥയൊന്നുമല്ല. തുടക്കത്തിൽ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ല. കഥാപാത്രങ്ങൾ വിവരിച്ച് പറയണമെന്നില്ല. കാണിക്കുന്നു ഒരു കഥ, കുറച്ച് ടീമുള്ള കാണിക്കുന്നു, അവർ വരുന്ന ഒരു സംഭവത്തിൽ പെടുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു സംഭവത്തിൽ അവന് കഴിയുന്നു, തേരുന്നു, എത്ര ഉള്ളൂ സിനിമ. വലിച്ചു നീറ്റുകളിലൊന്നുമില്ല. ഇൻ്റർവെല്ലായത് ഞാൻ അറിഞ്ഞില്ല. അതാ പറയണം, അത്ര എൻഗേജിങ് ഞാൻ ഇരുന്ന് കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എൻഗേജ് ആയിട്ട് ഇരുത്തണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മാർക്കോനേക്കാളും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വലിയ ലെവല് സാധനമാണ്. ഒരു സീനിൽ മറ്റേ മുകളിൽ തൂക്കിയിട്ടുള്ള സാധനം അങ്ങനെ ആടുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ടൊക്കെ പക്കയുടെ ചെയ്തേക്കണത് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണാം, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടെങ്കിൽ